എല്ലാവർക്കും നമസ്കാരം. കോട്ടയം കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി വണ്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോർച്യൂണർ നോക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ല വണ്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് 2017 മാനുഫാക്ചറിങ്, 17 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ 83,000 കിലോമീറ്റർ, പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോടുകൂടി യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെൻറ്റും ഇല്ലാത്ത ഒരു 4x2 ഓട്ടോമാറ്റിക് ഫോർച്യൂണറാണ്. അപ്പോൾ ഇത് വരുന്നത് ഫാൻറ്റം ബ്രൗൺ കളറിലാണ്. ഈയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറയുകയാണ്, നമ്മൾ ചെയ്യുന്ന എല്ലാ വാഹനങ്ങളും ഡൽഹിയിലാണുള്ളത്. അപ്പോൾ ഈ വാഹനവും ഡൽഹിയിലാണുള്ളത്. നമ്മൾ ചെയ്യുന്നത് ഡൽഹി NCRന്റെ പരിധിയിലുള്ള ഡൽഹി, ഗുഡ്ഗാവ്, നോയിഡ, അങ്ങനെയൊക്കെയുള്ള അടുത്ത് നമുക്ക് പോയി വരാനായിട്ടുള്ള സൗകര്യം കൂടെ ഉള്ള ഏരിയകളിലെ വണ്ടികൾ മാത്രമാണ് നമ്മൾ ചെയ്യുക. അങ്ങനെ നമ്മൾ ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്, നമുക്ക് എന്തെങ്കിലും ഒരു ബാക്കപ്പ് അല്ലെങ്കിൽ നമുക്കൊരു NOCയുടെ കാര്യത്തിന് പോകണം, അങ്ങനെയൊക്കെ നമുക്ക് പോയി വരാനൊക്കെ ഉള്ള ഒരു സൗകര്യങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ NCRനുള്ളിലെ വണ്ടികൾ എടുക്കുന്നത്. പൊതുവെ പിന്നെ NCRനുള്ളിലെ വണ്ടികൾ നമുക്ക് കുറച്ചും കൂടെ നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയുകയാണ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് പറയുകയാണ്, നമ്മൾ കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് എന്താണോ അതിനനുസരിച്ചിട്ട് വണ്ടികൾ നോക്കിയെടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഏത് വാഹനമാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ മോഡല്, വേരിയൻറ്റ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കാറ്റഗറി ഏതാണോ അത് നമ്മളോട് പറയുകയും അതിനനുസരിച്ചിട്ട് നമ്മൾ വണ്ടികൾ നോക്കിയെടുത്ത് തരികയാണ് ചെയ്യുന്നത്. അത് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് പതിവ് പോലെ വണ്ടിയുടെ എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചുള്ള വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഈ ഒരു സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ എല്ലാ ഗ്ലാസ്സുകളും കമ്പനി ഒറിജിനൽ 2017 വന്ന അതേ സെയിം ഗ്ലാസ്സുകളാണ്. ഗ്ലാസ്സുകളൊന്നും റീപ്ലേസ്മെൻറ്റ് വന്നിട്ടില്ല. വണ്ടിയുടെ ബോഡി പാർട്ടുകളൊന്നും റീപ്ലേസ് വന്നിട്ടില്ല. പക്ഷേ ഈ വണ്ടിയിൽ ഒരു 2-3 പീസ് റീപെയിൻറ്റ് വന്നിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ നിങ്ങളോട് മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഫെൻഡറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഈ ഫെൻഡറിൽ റീപെയിൻറ്റ് വന്നിട്ടുണ്ട് ചെറിയ തോതിൽ. അപ്പോൾ ഇതിൽ വേറെ സ്ക്രാച്ചുകൾ ഒന്നുമില്ല. ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഡെൻറ്റുകൾ ചെറിയത് വന്നിട്ടുണ്ട്. പിന്നെ ഈ 2 ഡോറുകൾ ഒരുമിച്ച് പറയാം, ഈ 2 ഡോറുകൾ റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിലെങ്ങും യാതൊരു വിധത്തിലുള്ള ഡെൻറ്റുകളോ സ്ക്രാച്ചുകളോ ഇല്ല. അപ്പോൾ ഇനി നമുക്ക് ഈ ഡോറ് തുറന്ന് ഇതിൻ്റെ ഉൾവശം ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ഈ ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേനും ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഡോർ പാഡുകളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഈ 2 ഡോറുകൾ റീപ്ലേസ്മെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് റീപെയിൻറ്റ് മാത്രമാണ് വന്നിരിക്കുന്നത്. അതുപോലെ വണ്ടി എടുക്കുന്നവർ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വണ്ടി കട്ട് ചെയ്ത് പോളിഷ് ചെയ്യുകയും ഇൻറ്റീരിയർ ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നല്ല ക്ലീൻ കണ്ടീഷനിലേക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പില്ലറിൻ്റെ ഭാഗത്ത് പഞ്ചിങ് മാർക്കുകളൊന്നും നോക്കാം. ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. താഴ്വശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. അതുപോലെ ഈ മിററിൻ്റെ ഈ ഒരു ഇൻഡിക്കേറ്റർ വരുന്നതിൻ്റെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവർ ചേഞ്ച് ചെയ്ത് തരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ കവറിനും ചെറിയൊരു പൊട്ടലുണ്ട്. അപ്പോൾ അത് അവർ മാറ്റി തരുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് പുറകിലത്തെ ഡോറ് തുറന്ന് കാണാം. ഈ ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേനും ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വണ്ടി വൃത്തിയാക്കി എടുക്കേണ്ടതുണ്ട്. ഇവിടെ ഡോർ പാഡുകളിലൊന്നും വേറെ ഡാമേജുകളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ പില്ലറിൻ്റെ ഭാഗത്തേക്ക് വരാം. ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഈ ഫ്യൂൾ ടാങ്ക് സൈഡ് ക്വാർട്ടർ പാനലിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ എങ്കിൽ യാതൊരു വിധത്തിലുള്ള ഡെൻറ്റുകളോ സ്ക്രാച്ചുകളോ ഒന്നും വന്നിട്ടില്ല. പിന്നെ ഈ വീലാർച്ചിൻ്റെ ഈ ഭാഗത്ത് വരുമ്പോഴത്തേന് ഇതേലും ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ട്. അതൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുപോലെ ഈ ടെയിൽ ലൈറ്റ്, ഇത് ഞാൻ ആദ്യം ഈ വണ്ടി നോക്കാൻ വരുമ്പോഴത്തേന് ഈ ടെയിൽ ലൈറ്റിൽ ഇവിടെ ഒരു പൊട്ടലുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ അവരോട് പറഞ്ഞിരുന്നു. അപ്പോൾ അത് അവർ മാറിയിട്ടുണ്ട്. ഈ ടെയിൽ ലൈറ്റിൻ്റെ ഈ യൂണിറ്റ് അല്ല, ഈ ഒരു യൂണിറ്റ് മാത്രം അവർ മാറിയിട്ടുണ്ട്. മറ്റേ മിററിലെ അതും മാറാനായിട്ടുള്ളത് വാങ്ങിയത് വണ്ടിക്ക് അത്തിരിപ്പുണ്ട്, അതും അവർ മാറിത്തരുന്നതാണ്. അപ്പോൾ നമ്മളിനി പുറകിൽ ഡിക്കിയിലേക്ക് വരുമ്പോൾ ഡിക്കിയിലൊന്നും യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റും വന്നിട്ടില്ല. ഈ ഗ്ലാസും കമ്പനി ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ്. ഈ ഒരു ടൈൽ ലൈറ്റിൻ്റെ ഭാഗത്തേക്ക് വരും. ഈ ടൈൽ ലൈറ്റിൽ യാതൊരു വിധത്തിലുള്ള ഡാമേജുകളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് തുറന്ന് ഇതിൻ്റെ ഉൾവശം ഒന്ന് കാണാം. നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്കത് റിമോട്ടിൽ ഓപ്പൺ ക്ലോസ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് ഇത് ക്ലോസ് ചെയ്യാനുള്ള സ്വിച്ചും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ടൈൽ ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞ് ഇതാണ്. ഇപ്പോൾ അവർ മാറി വെച്ചിരിക്കുന്നതാണ്. ഇതിലിവിടെ ഒരു ക്രാക്ക്, ഇവിടെ ഒരു പൊട്ടലും ഉണ്ടായിരുന്നു, അത് അവർ മാറിയിട്ടുണ്ട്. അതുപോലെ അതും മാറുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കാണാം. ഇവിടുത്തെ നട്ടുകളും ഒക്കെ നമുക്ക് ക്ലീൻ കണ്ടീഷനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ ക്ലിയർ ആയിട്ട് കാണാം.
താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലീൻ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഡിക്കിയുടെ ഉൾവശത്തെ പാടിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. ഇവിടെ നമുക്കത് ക്ലോസ് ചെയ്യാനുള്ള സ്വിച്ച് കാണാം. കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ്ങും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ ഇനി നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് ഇതിൻ്റെ അടുത്ത വശത്തേക്ക് പോകാം. അപ്പോൾ നമുക്കിത് റിമോട്ടിൽ തന്നെ ക്ലോസ് ചെയ്യാനും ഉള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കത് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ഒരു സൈഡിലത്തെ വണ്ടിയുടെ വശങ്ങളൊക്കെ ഒന്ന് കാണാം. ഇനി ഈ ഒരു ക്വാർട്ടർ പാനലിലേക്ക് വരുമ്പോഴത്തേന് ഇവിടെ ഒരു ചെറിയ ഡെൻ്റ് ഉണ്ട്. ഈ ഭാഗങ്ങൾ ഈ ഫുള്ള് ഭാഗത്തും യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റുകളും വന്നിട്ടില്ല. പിന്നെ തീർച്ചയായിട്ടും 2 ബമ്പറുകളും പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചുകളൊക്കെ ഈ 2 ഡോറുകളിലും വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഒരു റബ്ബിംഗ് പോളിഷിൽ അല്ലെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലീൻ ആകുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഓരോ ഡോറുകളും തുറന്ന് ഇതിന് ഉൾവശം ഒന്ന് കാണാം. അപ്പോൾ ഇനി നമുക്കിത് തുറന്നൊന്ന് കാണാം. ഇതിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഇനി നമുക്ക് ഇവിടുത്തെ പഞ്ചിങ് മാർക്കുകൾ നോക്കാം. ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലീൻ ആയിട്ട് കാണാം. അതുപോലെ ഇടയ്ക്കൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാറ്റ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൽ അംഗമാകാനായിട്ട് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ആ ലിങ്ക് ഉപയോഗിച്ച് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് വരുന്ന നല്ല ക്ലീൻ വണ്ടികളുടെ എല്ലാം പരസ്യം നമ്മൾ ആദ്യം അവിടെയാണ് ഇടുക. അപ്പോൾ ഗ്രൂപ്പിൽ അംഗമാകാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ഈ ഡോറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടത്തെയും കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഡോർപാടൊക്കെ നല്ല വൃത്തിക്കാണ് ഇരിക്കുന്നത്. സ്വിച്ചുകളിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ പില്ലറിൻ്റെ ഭാഗം ഒന്ന് നോക്കാം. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ ക്ലീൻ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഫെൻഡറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഈ ഫെൻഡറിലൊന്നും യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റും വന്നിട്ടില്ല. 1-2 കുഞ്ഞു കല്ലടിച്ച പോലത്തെ ഡെൻറ്റുകൾ ഇതിൽ വന്നിട്ടുണ്ട്. ഈ ഒരു മിററിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ പാർട്ടായിട്ടുള്ള ബോണറ്റിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ബോണറ്റിൻ്റെ ഭാഗത്തേക്ക് വരുവാണ്. അപ്പോൾ വിൻഷീൽഡിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ ഒരു ചെറിയ ഡോട്ടുണ്ട്. ചെറുതായിട്ട് കല്ലടിക്കുന്ന ഹൈവേയിലൊക്കെ പോകുമ്പോൾ ഇതാണ് മെയിനായിട്ട് ഇവിടെ ഗ്ലാസ് മാറുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഇങ്ങനെ കല്ലടിച്ച് പോകുന്നതാണ്. പക്ഷേ ഇതിൽ അങ്ങനെ ക്രാക്കോ വലിയ ഡെപ്തായിട്ടുള്ള ഒരു ഇതൊന്നും വന്നിട്ടില്ലാത്തതുകൊണ്ട് ഈ ഗ്ലാസ് കമ്പനി ഒറിജിനൽ അതേ സെയിം 2017 ഗ്ലാസ് തന്നെയാണ്. ഇത് വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ ബോണറ്റിലേക്ക് വരുമ്പോൾ ബോണറ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റും വന്നിട്ടില്ല. ഈ ഒരു ഭാഗത്തൊരു ചെറിയ സ്ക്രാച്ച് വന്നിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഹെഡ്ലൈറ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകൾ സംഭവിച്ചിട്ടില്ല. ഹെഡ്ലൈറ്റ് എല്ലാം കമ്പനി ഒറിജിനൽ അന്ന് വന്ന അതേ ഹെഡ്ലൈറ്റ് തന്നെയാണ്. പിന്നെ ഈ ക്രോം പാർട്ടിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ ബോണറ്റ് തുറന്ന് ബോണറ്റിൻ്റെ ഒറിജിനാലിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ എഞ്ചിൻ റൂം ഒന്ന് കാണാം. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. നമുക്ക് ആ ബോണറ്റിൻ്റെ തുറക്കുമ്പോൾ ഉള്ള ആ ഒരു നല്ല ഇതായിട്ട് സ്പീഡിൽ അത് ഇങ്ങനെ ചാടി തുറന്നു വരണം. അതാണ് അതിൻ്റെ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഉൾവശത്തേക്ക് വരാം. ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു ഡാർക്ക് കളർ ആയതുകൊണ്ട് തന്നെ നമുക്കത് ക്ലിയർ ആയിട്ട് കാണാൻ എത്രത്തോളം സാധിക്കുമെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ കമ്പനിയുടെ വയറിങ് കാര്യങ്ങളെല്ലാം നല്ല ക്ലീനാണ്. അപ്രോൺ സൈഡുകളിലൊന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല. എക്സൈഡിൻ്റെ ഒരു ബാറ്ററിയാണ് ഇരിക്കുന്നത്. പിന്നെ ഈ ഫ്രണ്ട് വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലീൻ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം എഞ്ചിൻ റൂമൊക്കെ നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. $83,000 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിരിക്കുന്നത്. റെഗുലർ സർവീസിൽ പോയിരിക്കുന്ന വണ്ടിയാണ്. ആ കുറവ് കിലോമീറ്റർ ഓടിയതിൻ്റെ എല്ലാ സ്മൂത്ത്നെസ്സും വണ്ടി ഓടിക്കുമ്പോഴും ഉണ്ട്, അതിൻ്റെ സൗണ്ടിലും ഉണ്ട്. ഞാൻ ഇത്ര അടുത്ത് നിൽക്കുമ്പോഴും നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ അറിയാം. വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴും നിങ്ങൾക്ക് അത് അറിയാൻ സാധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറും ടയറും ഒക്കെ ഇനി ഒന്ന് കാണാം. ഈ വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴത്തേന് ഡാഷ്ബോർഡൊക്കെ നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്യണം. സെൻട്രൽ കൺസോളിലൊന്നും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. സീറ്റുകളിലും വലിയ ഡാമേജുകളൊന്നും സംഭവിച്ചിട്ടില്ല. അത്യാവശ്യം നല്ല കണ്ടീഷനിൽ തന്നെയാണ്
സീറ്റുകളും വന്നിട്ടുണ്ട്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റുകളാണ്. ഈ ഒരു ഡ്രൈവർ സൈഡ് മാത്രമേ അത് വരുന്നുള്ളൂ. കാരണം 2019 തൊട്ട് അല്ലെങ്കിൽ 18 ലാസ്റ്റ് തൊട്ടുള്ള വണ്ടികളിലാണ് 2 സൈഡ് സീറ്റും നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നത്. അതുപോലെ നമ്മൾ സ്റ്റിയറിങ്ങിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് സ്റ്റിയറിങ്ങിലൊന്നും ഡാമേജുകളൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേങ്കിൽ സ്റ്റിയറിങ്ങിൻ്റെ ഈ മേളുവശത്ത് ഈ ഒരു ഭാഗത്ത് നിറയെ ക്രാക്കുകൾ വീണിട്ടുണ്ട്. പൊതുവേ ഇന്നോവ ക്രിസ്റ്റയിലും ഫോർച്യൂണറിലും വരുന്ന ഒരു പ്രശ്നമാണിത്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പീസ് മാറേണ്ടതായിട്ട് വരും എന്നാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. വേറെ ഇൻറ്റീരിയർ എന്താണെങ്കിലും നല്ലൊരു ഡ്രൈ ക്ലീനിങ് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഉറപ്പായിട്ടും ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് പുറകു നിര സീറ്റുകളൊന്ന് കാണാം. പുറകു വശത്തേക്ക് വരുമ്പോൾ പുറകു വശമൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്റുകളിലൊന്നും ഡാമേജുകളൊന്നുമില്ല. പക്ഷെങ്കിൽ നല്ലതായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അല്ലാതെ വേറെ പ്രശ്നങ്ങൾ കീറുവോ അങ്ങനെയുള്ള ഡാമേജുകളൊന്നും സംഭവിച്ചിട്ടില്ല. പുറകിലത്തെ നിര സീറ്റുകളും നല്ല ക്വാളിറ്റിയിലാണ് ഇരിക്കുന്നത്. റൂഫിലേക്ക് വരുമ്പോഴത്തേനും റൂഫിൽ ചെളിയോ ഒഴുക്കോ പൊടിയോ ഒന്നുമില്ല. നല്ല വൃത്തിക്ക് തന്നെയാണ് റൂഫ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് പോകാം. ടയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേനും പുറകിലത്തെ 2 ടയറും അത്യാവശ്യം ത്രെഡുള്ള ടയറുകളാണ് കിടക്കുന്നത്. പക്ഷേ നമ്മളൊരു 2 ടയറെങ്കിലും പുതിയത് എടുക്കേണ്ടി വരും. കാരണം ഫ്രണ്ടിലത്തെ ടയറുകൾ അത്യാവശ്യം ഓടി തീരാറായ ടയറുകളാണ്. നമ്മൾ 2 ടയർ നമ്മൾ പുതിയതെടുക്കണം. പുറകിലത്തേത് മിഷലിൻ്റെ 3 ടയർ മിഷലിൻ്റെയാണ് കിടക്കുന്നത്. ഫ്രണ്ടിലത്തെ 2ഉം ഈ ഒരെണ്ണവും മിഷലിൻ്റെയാണ് കിടക്കുന്നത്. സ്റ്റെപ്പിനി മിഷലിൻ്റെ ടയർ തന്നെയാണ് വരുന്നത്. അത് അത്യാവശ്യം ത്രെഡ് ഉള്ളതാണ്. പക്ഷേ ഈ ഒരു സൈഡിലെ ബ്രിഡ് സ്റ്റോണിൻ്റെ ടയർ എനിക്ക് തോന്നുന്നു വണ്ടിയുടെ കൂടെ ആദ്യം വന്ന സ്റ്റെപ്പിനി ആയിട്ടിരുന്ന ടയറാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇച്ചിരി പഴയതാണ്. അപ്പോൾ നമുക്ക് ടയറിൻ്റെ ഭാഗം അത്ര ഒരു നല്ല ടയറുകളാണ് എന്ന് പറയാനൊക്കത്തില്ല. മിനിമം നമ്മൾ 2 ടയറുകളെങ്കിലും പുതിയത് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഏകദേശം വണ്ടിയുടെ എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന വീഡിയോ കണ്ടു. അണ്ടർബോഡി ഞാൻ കാണിക്കാത്തത് നിറയിച്ചല്ല. കഴിഞ്ഞ ദിവസം ഇവിടെ മഴയൊക്കെ പെയ്തുകൊണ്ട് നമ്മളിങ്ങോട്ട് വരുന്ന വഴി അറിയാമല്ലോ, നമ്മളൊരു അത്യാവശ്യം ഒരു ഫോറസ്റ്റ് പോലുള്ള ഏരിയ ആയിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പം അത്യാവശ്യം ചെള്ള അടിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിവശം ഒന്നും കാണിച്ചിട്ട് കാര്യമില്ല. അത് നമ്മൾ അണ്ടർബോഡി എല്ലാം ക്ലീൻ ചെയ്ത് ഒരു വാഷിങ്ങിലൂടെ അത് ക്ലിയർ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാണ്, നമ്മളുടെ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും വണ്ടിയുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും അത് ഉള്ളതുപോലെ പറഞ്ഞിട്ടാണ് നമ്മൾ വണ്ടിയുടെ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഉള്ള കാര്യങ്ങൾ ഓപ്പണായിട്ട് മൊത്തം കാര്യങ്ങളും പറഞ്ഞ് നിങ്ങൾക്ക് കൺവിൻസ് ആയി നിങ്ങളുടെ ഒരു ഒപ്പീനിയനും കൂടെ എടുത്തിട്ടാണ് നമ്മളെല്ലാ വണ്ടികളും നിങ്ങൾക്ക് എടുത്തു തരിക. അപ്പോൾ നമ്മൾ പോയി ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് അതിൽ എന്തെല്ലാം നെഗറ്റീവ് ഉണ്ടോ, വണ്ടിക്ക് എന്തെല്ലാം പ്ലസ് പോയിന്റുകളുണ്ടോ, അതെല്ലാം നമ്മൾ നിങ്ങളോട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് വണ്ടി എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്താണോ അത് വെച്ചിട്ടാണ് നമ്മൾ വണ്ടി എടുത്തു തരുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഒന്നും കൂടെ പറയാം. 2017 മാനുഫാക്ചറിങ്, 17 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ, 83,000 കിലോമീറ്റർ, പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോടുകൂടി, യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെൻറ്റും വന്നിട്ടില്ല. 2-3 പീസുകളിൽ റീപെയിൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനത്തിന് ഫിക്സ് റേറ്റ് ആണ്, ചെറിയ എമൗണ്ട് ആണ് ചോദിക്കുന്നത്. 20,25,000 വിത്ത് NOCയിലാണ് ഈ വാഹനം. ഡൽഹി പ്രൈസാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാനിതിന് എന്തെല്ലാം ചിലവുകൾ വരും, എന്തൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാനുണ്ടോ അതെല്ലാം ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആർക്കെങ്കിലും ഈ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടൈപ്പ് വാഹനങ്ങളാണ് വേണ്ടത്, അല്ലെങ്കിൽ ഫോർച്യൂണറിൻ്റെ 4x4 വേറെ ഏതെങ്കിലും കളറോ വേറെ മോഡൽ കൂടിയ BS6 വാഹനങ്ങളോ ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ആ വണ്ടി നോക്കി എടുത്ത് തരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഡൽഹിയിൽ നിന്നൊരു വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോട്ടയം കാർസിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാറ്റ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ആ ലിങ്ക് ഉപയോഗിച്ച് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പം ഇതിലും നല്ലൊരു വാഹനത്തിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.